ഗായ്സ്, ഹാപ്പി ബർത്ത്ഡേ. അത് പറ. എവിടാ പോന്നേ? ഉമ്പോറ്റിക്കാണ് ചിലമ്പശ്ശേരിയുടെ അച്ചാരുടെ കൂടെ പോവാ. ഇന്ന് ആറേ ഹാപ്പി ബർത്ത്ഡേ. ആറേ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി കേക്ക് മുറിക്കുമെന്ന് പറ. ഇങ്ങോട്ട് വാ. ഞങ്ങൾ ദേ ഉമ്പോറ്റി പോവാനായിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പാപ്പ മേടിക്കാം. അപ്പൊ അമ്പലത്തിൽ പോയിട്ട് വരാന്ന് പറ. വരമ്പത്തമ്പലത്തിലാണ് വന്നേ. അന്നേരം ഇവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ ഇറങ്ങി നിന്ന് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ പോസ്റ്റ് അടിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി കല്യാണത്തിന് പോകാൻ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമുണ്ട്. ഹലോ ഗായ്സ്. ഹലോ ഗായ്സ്, ഞങ്ങള് കല്യാണത്തിന് പോവാണ്. ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ കല്യാണമാണ്. ഇപ്പൊ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഗോകുൽ. അപ്പൊ അവന്റെ കല്യാണത്തിന് പോവാണ്. നമ്മൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി എന്താ പറയുന്നേ, അങ്ങനെ എല്ലാ പരിപാടികളും ഒക്കെ കഴിഞ്ഞിട്ടാണ് കല്യാണത്തിന് പോകുന്നത്. ഇന്ന് മീനുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പം എന്താ പറയുന്നേ, അതിന്റെ വീഡിയോ വേറൊരു വ്ലോഗിലേ ഇടാം. ഇതിലെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നില്ല. ഇന്ന് നമ്മുടെ കല്യാണത്തിന് പോക്ക്, അതിന്റെ വിശേഷങ്ങള് കാര്യങ്ങളൊക്കെയാണ്. അയ്യോ, ഇപ്പൊ എന്തൊക്കെയോ ഇവിടെ സംഭവിച്ചാണ്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ വരുന്നത്. ബർത്ത്ഡേയും വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അത് നമ്മൾ വേറൊരു വീഡിയോയിൽ വരും. പിന്നെ എല്ലാരെയും കാണാൻ പോകുന്നതിന്റെ ഒരു സന്തോഷവും എല്ലാം ഉണ്ട്. നമുക്ക് വീഡിയോയിൽ കാണാം. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ വേണം കേക്കൊക്കെ മേടിക്കാം, ഇല്ലയോ? കേക്കൊക്കെ മേടിക്കണം, അമ്മാമ്മയെ വിളിച്ചോണ്ട് വരണം. അങ്ങനെ ഒത്തിരി പരിപാടികളൊക്കെ ഉണ്ട്. മീനുട്ടി ഇങ്ങനെ ഉറക്കം വന്ന് ഇങ്ങനെ ഇരിക്കുക, ഇല്ലേ മീനുട്ടി? മീനുട്ടി അപ്പൊ നമുക്ക് ബാക്കി പരിപാടിയൊക്കെ പിന്നെ കാണാം. ഇപ്പൊ സമയം 11:38 കഴിഞ്ഞ് 11:40. അപ്പൊ നമ്മുടെ 11:38 മീനുട്ടി വന്ന സമയം. ഡെലിവറി കഴിഞ്ഞത് സി സെക്ഷൻ ആയിരുന്നു. ആ ഡെലിവറി ഇങ്ങേ കരച്ചിലൊക്കെ കഴിഞ്ഞ് ഈ സമയം എന്നെ കൊണ്ടുവന്ന് കാണിക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെ നാക്കൊക്കെ കാണിച്ച് കണ്ണൊക്കെ അടച്ച് കണ്ണൊക്കെ ഇങ്ങനെ ഉണ്ടല കണ്ണൊക്കെ ആക്കി വെച്ച് ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയ. അയ്യോ, നെസ്റ്റ് പഠിക്കുന്ന 2 വർഷം മുമ്പ് മെമ്മറീസ് ആണല്ല, ഇല്ലേ? ഈ സമയം വിനോദനെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കാണും ഇപ്പൊ, ഇല്ലേ? 11:45 കഴിഞ്ഞ്. വിനോട്ടൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ ആരും കണ്ടിട്ടില്ല. ഞങ്ങളുടെ ഇതിനകത്ത് ഞാനും വിനോദനും മാത്രമേ ഉള്ളൂ മീനുട്ടിയെ കണ്ടേക്കുന്നത്. മീനുട്ടിയെ ഫസ്റ്റ് കാണുന്നേ, അതായത് നമ്മുടെ ഫാമിലിയിൽ ഫസ്റ്റ് കാണുന്നത്. പിന്നെ ബാക്കി എല്ലാവരും ഒരു ദിവസം, അമ്മയൊക്കെ പിന്നെ ഒരു ദിവസം കഴിഞ്ഞ് അമ്മ കാണുന്നത്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ വിനോദൻ ഉൾപ്പെടെ ആയാലും എല്ലാവർക്കും എന്ന് വെച്ചാൽ കോവിഡ് പോസിറ്റീവ് ആയിരുന്നു ഞങ്ങളല്ല ഞാൻ. അപ്പൊ അതുകൊണ്ട് പിന്നെ അമ്മയായിരുന്നു കൂടുതൽ. അമ്മയ്ക്കപ്പോൾ റൂമിൽ നിന്നൊന്നും വെള്ളോട്ട് ഇറങ്ങാനൊക്കത്തില്ല. നമ്മള് കോവിഡ് വാർഡിലാണല്ലോ, ഐസൊലേഷൻ വാർഡിലാണ്. അപ്പൊ അവർക്കാർക്കും ഇറങ്ങാനൊക്കത്തില്ലായിരുന്നു. അപ്പം വിനുവേട്ടനാണ് ആകെ കണ്ടിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രം. അപ്പം അപ്പോൾ ദേ നമ്മളവിടെ എത്തി. ഇതൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പ്. അവർ വീഡിയോ എടുക്കുവാണോ ഇല്ലയോ എന്നൊക്കെയുള്ള നോട്ടവും. മീനുട്ടി ഉറങ്ങി ആ നോട്ടമൊക്കെയാണ്. ഒന്ന് ആലിയ, കാവ്യ, ഈ വൈറ്റ് സാരി എടുത്തേക്കുന്നത് പാർവതി. അപ്പം ഞങ്ങൾ 3 പേരുമാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. പിന്നെ എന്താ പറയുന്നത്, ബോയ്സിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ കുറച്ച് പേരുണ്ട്. എല്ലാ പരിപാടിക്കും വരുന്ന ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് എല്ലാവരും. എന്നാൽ എപ്പോഴും കോണ്ടാക്റ്റോ കാര്യമോ ഒന്നും അങ്ങനൊന്നുമില്ല. ഇടയ്ക്കെങ്ങാനും വിളിക്കുകയോ ചിലരൊക്കെ ആയിട്ട് ഇടയ്ക്ക് മെസ്സേജ് പോലും ഇല്ല. ഇങ്ങനെ കാണുമ്പോൾ ഉള്ള ഇതേ ഉള്ളൂ. പക്ഷെ എന്നാലും ആ ഒരു കാണുമ്പോൾ ഉള്ള സന്തോഷവും സംസാരവും അതൊക്കെ ഒരു എന്താ പറയുന്നത്, ഭയങ്കര ഇതൊരു ഫീലിംഗ് ആണ്. അതുകൊണ്ട് എപ്പോൾ അവസരം കിട്ടിയാലും ആരെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഒന്നും മുടക്കാറില്ല. അതായത് ഈ കഴിഞ്ഞ മാസമായിരുന്നു, ജനുവരിയിലായിരുന്നു ഇവൻ്റെ വീടിൻ്റെ പാല് കാച്ച്. അപ്പോൾ പാല് കാച്ചിന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അതായത് ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടേക്കാം. ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് ഗോകുൽ, ഞങ്ങളുടെ +2 ഗ്യാങ്ങിലെ +2 ആ ഒരു ബാച്ചിൽ ഞങ്ങളുടെ ബോയ്സിൻ്റെ കൂട്ടത്തിൽ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കുള്ളതിൽ ഫസ്റ്റ് ബോയ് ആണ്. അവൻ്റെയാണ് കല്യാണം നടക്കാൻ പോകുന്ന ആദ്യത്തത്. അപ്പം അത്
കൂടാൻ വേണ്ടിയിട്ട് എല്ലാവരും നല്ല എക്സൈറ്റ്മെൻറ്റിലും നല്ല സന്തോഷത്തിലുമാണ്. അപ്പോൾ ഇതാണ് പെൺകുട്ടി. അപ്പം ഇനി അപ്പോൾ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. അങ്ങനെ താലികെട്ടൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് അതൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ഫുഡ് അടിക്കുന്ന ലക്ഷ്യത്തിൽ ഞങ്ങളിങ്ങനെ ക്യൂ നിൽക്കുവാണ്. അടുത്തത് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നിന്നിട്ട് ചെറുക്കനും പെണ്ണും ഒക്കെ ആയിട്ടുള്ള ഫോട്ടോ എടുപ്പ് സെക്ഷൻ ആയിരുന്നു. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് അവരെ വെഡിങ് ഒക്കെ വിഷൊക്കെ ചെയ്തു. അപ്പോൾ പിള്ളേരെ ഞാൻ പോയിട്ട് വരാവേ. ടാറ്റാ. ടാറ്റാ ബൈ. എന്തേ അതിനാ ഞാൻ വെച്ച എഡിറ്റിംഗ് ഒന്നും എനിക്കറിയില്ല. 6 മാസത്തിനുള്ളിൽ എന്റെ കല്യാണം. അപ്പോൾ ഗൈസ്, നിങ്ങളാരും വിചാരിക്കരുത് എന്താ വാലും തലയില്ലാതെ അടുത്തത് ഷോപ്പിൽ നിൽക്കുന്നതെന്ന്. കാരണം എന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് എടുത്ത് ഞാൻ പോവാന്ന് പറഞ്ഞ് ഇറങ്ങുന്നത്. പിന്നെ ബാക്കി ആ വീഡിയോസൊക്കെ മിസ്സായിട്ടുണ്ട്. എനിക്കൊന്ന് ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഡിലീറ്റ് ആക്കിയായിരുന്നു. അവിടുന്ന് നേരെ നമ്മൾ വീട്ടിൽ വന്നിട്ട് അമ്മയെ വിളിച്ചുകൊണ്ട് നേരെ നമ്മൾ സൈക്കിൾ മേടിക്കാനാണ് പോയത് മീനൂട്ടിക്ക്. ആ വീഡിയോസും ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ വീട്ടിൽ ചെല്ലുന്നതും അമ്മയൊക്കെ ആയിട്ട് വരുന്നതൊക്കെ. അതൊക്കെ ഉണ്ടായിരുന്നു, ഡിലീറ്റ് ആയിപ്പോയി. അപ്പം അങ്ങനെ നമ്മൾ മൂന്നാംകുട്ടിയിലുള്ള ടോയ് സ്റ്റോറിയിലാണ് പോയത്. അവിടെ പോയിട്ട് മീനുട്ടിക്ക് ഇങ്ങനെ സൈക്കിളൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. സൈക്കിള് പുള്ളിക്കാരിക്ക് ചെന്നപ്പോഴേ 1-2 ഇഷ്ടപ്പെട്ട് അതിലൊക്കെ കയറിയൊക്കെ ഇരുന്ന് അങ്ങനെ അതിലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ സൈക്കിളും പിന്നെ വേറെ 1-2 സൈക്കിളൊക്കെ നമ്മൾ നോക്കി. ഒത്തിരി ടോയ്സും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. മീനുട്ടിക്ക് ഏതെടുക്കണം, ഏതിലൊക്കെ കയറണം എന്നുള്ള സന്തോഷം മേളം കൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു പുള്ളിക്കാരിയെ. നല്ല നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ടോയ്സ് ആയാലും എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. അപ്പം നമുക്ക് ബേബീസിന് വേണ്ടിയിട്ടുള്ള ന്യൂ ബോണിന് വേണ്ടിയിട്ടുള്ളതായാലും ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം നല്ല കളക്ഷനും കാര്യമൊക്കെ ആയിരുന്നു. പിന്നെ ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കി അങ്ങനെ ഓരോ അവൾക്കാണെങ്കിൽ ഒരു ജോണിയുടെ പാട്ട് കേൾക്കുന്ന ഒരു സൈക്കിളുണ്ട്. ആ സൈക്കിൾ അങ്ങ് ഇഷ്ടപ്പെട്ട് അതും പിടിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അതിനകത്ത് നമുക്കിങ്ങനെ തള്ളിക്കൊണ്ട് പോകാനായിട്ട് ഈ ബാക്കിലുള്ള സപ്പോർട്ടിങ് ആയിട്ടുള്ള സംഭവമില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ സപ്പോർട്ടിങ് സംഭവം ഉള്ളത് വേണമല്ലോ നമ്മൾ എടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ കുനിഞ്ഞു നിന്ന് നമ്മുടെ നടുവൊടിയുമല്ലോ. അമേരിക്കൻ അമ്മായി തെള്ളി ഇറക്കിയതാ ബോ ഇല്ലമ്മേ, അത് ഞാൻ നോക്കിയതാ കളർ. അങ്ങനെ നമ്മൾ ആദ്യം എടുത്ത ഈ ഒരു സൈക്കിൾ തന്നെ നമ്മൾ സെലക്ട് ചെയ്തു. പക്ഷേ പുള്ളിക്കാരിക്ക് മറ്റേ സൈക്കിൾ, ചേട്ടൻ്റെ സെയിം സൈക്കിളാണ് ഇഷ്ടപ്പെട്ടത്. വേറൊരു സൈക്കിൾ ഉണ്ടായിരുന്നു, അത് മതിയെന്നായിരുന്നു. പിന്നെ നമ്മൾ ഇതാണ് എടുത്തത്, തള്ളിക്കൊണ്ട് പോകണമല്ലോ, അതുകൊണ്ട് ഇതാണ് എടുത്തത്. നമ്മുടെ സൈക്കിളും വാങ്ങിക്കൊണ്ട് നമ്മൾ നേരെ വന്നതെന്ന് വെച്ചാൽ ബ്രൂഫിയയിലേക്കാണ്. നമ്മൾ ബർത്ത്ഡേക്ക് ഓർഡർ ചെയ്ത കേക്ക് ഇതാണ്. ബട്ടർ സ്കോച്ച് ആണ് അകത്ത് ഫില്ലിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. പുറത്ത് നമ്മൾ ആ ഡ്രസ്സിൻ്റെ തീമിൽ കൊടുത്ത ഡിസൈന്. എനിക്ക് കേക്കൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിനകത്ത് നമ്മൾ ആ ഫ്ലവറിൻ്റെ വർക്ക് പറഞ്ഞിരുന്നത് കുറച്ചുകൂടെ ചെറിയ ഫ്ലവേഴ്സായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ ഭംഗിയായിരുന്നു. ഞാനിതൊരു പിക്ക് ഗൂഗിളിൽ നിന്ന് തപ്പിയെടുത്തിട്ടായിരുന്നു അത് കൊടുത്തത്. അപ്പം ആ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ബാക്കി അല്ലാതെ ടേസ്റ്റ് വൈസ് ബാക്കിയെല്ലാം പക്കായായിരുന്നു, അടിപൊളിയായിരുന്നു സാധനം. പച്ചനും മുള്ളോട് ഇവിടെ ഇങ്ങനെ ഗുസ്തിയൊക്കെ ഇട്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്കിനുള്ള ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബലൂണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. പിന്നെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ അപ്പയും മാമനും അച്ഛനും ഞങ്ങളെല്ലാവരും കൂടെ തകർത്ത്
പുറത്ത് ഡെക്കറേഷൻ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതല്ലായിരുന്നു നമ്മൾ ഡെക്കറേഷന് ഉദ്ദേശിച്ച എന്താ പറയുന്നത് ഡെക്കറേഷൻ വർക്ക് ഇതല്ലായിരുന്നു, വേറൊരു മോഡലായിരുന്നു. പക്ഷേ ചെയ്തു വന്നപ്പോൾ അത് നടന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഫസ്റ്റ് ബർത്ത്ഡേയുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മുടെ മീനുട്ടിയുടെ ബർത്ത്ഡേ ഫെബ്രുവരി 3-ാം തീയതി 11:30 ആയപ്പോൾ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയും വിശേഷങ്ങളും ബർത്ത്ഡേയുടെ എല്ലാം തന്നെ നമ്മൾ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുക. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ, സീ യു.